നാരായണ 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 നാരായണ. ഓം ശ്രീമദ് ഭാഗവത മഹാപുരാണം ദ്വിതീയ സ്കന്ധം 5, 6, 7 അധ്യായങ്ങൾ സ്വതവേ ബ്രഹ്മനാരദ സംവാദത്തിൽ ഭാഗവതം പൂർണ്ണമായിട്ട് എന്നാണ് പറയുക. ഇതിൽ നാരദൻ ഒരിക്കലും ബ്രഹ്മാവിനോട് വന്ന് ചോദിക്കുകയാണ്, അച്ഛാ, അങ്ങ് ദേവന്മാർക്കും ദേവനാണല്ലോ, ത്രിമൂർത്തികളിൽ ഒരാളല്ലേ. അപ്പോൾ ആത്മതത്വം പറഞ്ഞു തരാൻ, പ്രപഞ്ചതത്വം പറഞ്ഞു തരാൻ അങ്ങയെ കഴിച്ചേ മറ്റൊരാളുണ്ടാവുള്ളൂ. അങ്ങ് എല്ലാവരേക്കാളും മീതെയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സൃഷ്ടി, സ്ഥിതി, സംഹാരം ചെയ്യുന്നത് ആരാണ്? അങ്ങ് തപസ് ചെയ്യുന്നുണ്ട്. അത് ആരെയാണ് തപസ് ചെയ്യുന്നത്? അങ്ങ് 3 കാലത്തിൻ്റെയും പ്രഭു അല്ലേ. അങ്ങേക്കാൾ വലിയതായിട്ട് വേറെ ഒരാളുണ്ടോ? സ്ഥൂല സൂക്ഷ്മ, സത്ത് അസത്ത്, ചരം അചരം, ഈ ദ്വന്ദ്ങ്ങൾ പലതും ഉണ്ടല്ലോ. അത് മുഴുവൻ അങ്ങയാൽ സൃഷ്ടിക്കപ്പെട്ടതാണ്. അത് അങ്ങ് തന്നെയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങ് ആരെയാണ് ഈ തപസ് ചെയ്യുന്നത്? അപ്പോൾ അങ്ങേക്കാൾ മീതെ ഒരാളുണ്ട് എന്ന് മകനാൽ അച്ഛൻ കേട്ട് കഴിഞ്ഞപ്പോൾ ആ അച്ഛനായിട്ടുള്ള ബ്രഹ്മാവ് പറഞ്ഞു, നിൻ്റെ ചോദ്യം എനിക്ക് വളരെ സമ്മതമായി. ഭഗവാനെ ഒന്ന് സ്മരിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി തന്നൂരോ. അതുകൊണ്ട് എനിക്ക് വളരെ ഇഷ്ടമായി. ആ ഭഗവാനെ നീ വേണ്ട രീതിയിൽ മനസ്സിലാക്കിയിട്ടില്ല. ഭഗവത്വം അതറിഞ്ഞാലേ വേണ്ട രീതിയിൽ ആരാണ് എല്ലാം നിയന്ത്രിക്കുന്നത് എന്ന് ശരിക്കും അറിയുള്ളൂ. ഞാൻ സൃഷ്ടികർത്താവാണ്, നിൻ്റെ അച്ഛനാണ്, ശരിയാണ്. പക്ഷേ അത് പോരാ. ഞാൻ പറഞ്ഞുതരാം. ഈ സൂര്യന് പ്രകാശം കൊടുക്കാൻ, ഊർജം കൊടുക്കാനുള്ള കഴിവ് കൊടുത്തത് ആ ഭഗവാനാണ്. സൂര്യനായാലും ചന്ദ്രനായാലും നക്ഷത്ര താരാദികളായാലും ഒക്കെ ഒരേപോലെ ഈ ഭഗവാന്റെ ഇച്ഛയ്ക്കനുസരിച്ച് പ്രവർത്തിക്കുന്നവരാണ്. ഭഗവാന്റെ ആജ്ഞാപാലകരാണ്. അഷ്ടദിക്പാലകന്മാരെ തൊട്ട എല്ലാ ദേവന്മാരും അതേപോലെ. ഞാനും മഹാദേവനും ആ രീതിയിൽ തന്നെയാണ് കേട്ടോ. ഭഗവാനാണ് സൃഷ്ടി ചെയ്തത്, ഞാനൊരു കാരണക്കാരൻ മാത്രമാണ്. നമ്മൾ 2 പേരും മായയിൽപ്പെട്ടവരാണ്. മായ ഭഗവാന്റെ സൃഷ്ടിയാണ്. ജനത്തിന് മുമ്പിൽ ഞാൻ സൃഷ്ടികർത്താവാണെങ്കിലും അത് യഥാർത്ഥത്തിൽ സൃഷ്ടി നടത്തിയത് ഭഗവാനാണ്. ഞാനതിനെ കാണിച്ചു തരണു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ നട്ടുപിടിപ്പിച്ച മരം പോലെ എന്നേ പറയാൻ നിവൃത്തിയുള്ളൂ. മരം നമ്മൾ നട്ടുപിടിപ്പിച്ചു, അപ്പോൾ ഞാനാ സൃഷ്ടികർത്താവ് എന്ന് പറയാം. പക്ഷേ മരത്തിൻ്റെ ആ വിത്തിൽ നിന്ന് ഒരു മുള പൊട്ടി അത് ഒരു മരമായി വരുന്നത് വരെ ആ പ്രവർത്തനമൊന്നും എൻ്റെ കൺട്രോളിലല്ല, എൻ്റെ നിയന്ത്രണത്തിലല്ല. അത് മുഴുവൻ ഭഗവാനാണ് ചെയ്യണത്. നമ്മൾ ഈ മായയിൽപ്പെട്ട് അഹമ്മമ, ഞാനും എൻ്റെയും, എനിക്കും, എന്നിൽ നിന്ന്, എന്നോട്, എന്നെ, എന്നിൽ, എന്നാൽ, ഇങ്ങനെയൊക്കെ ഒരു വട്ടം വിചാരിക്കും. ഞാൻ ലാച്ചാൽ ഒന്നും നേരെയാവില്ലാന്നേ. ഇത് മുഴുവൻ ഭഗവാനാൽ 8 കാര്യങ്ങളെ കൊണ്ട് പറഞ്ഞിരിക്കുകയാണ്, നിർമ്മിച്ചിരിക്കുകയാണ്. പഞ്ചഭൂതം അല്ലെങ്കിൽ ദ്രവ്യം, കാലം, കർമ്മം, സ്വഭാവം, ജീവൻ, ലിംഗം, കോശം, കാരണം, ഇങ്ങനെ 8 എണ്ണം. ദ്രവ്യം, കാലം, കർമ്മം, സ്വഭാവം, ജീവൻ എന്ന 5 എണ്ണവും പിന്നെ ലിംഗം, കോശം, കാരണം, ഇങ്ങനെ 3 എണ്ണം. അപ്പോൾ 8 എണ്ണമായി. ഈ ദ്രവ്യം എന്നത് പഞ്ചഭൂതം. അതേപോലെ ഈ രൂപത്തൊക്കെ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ ഈ മണ്ണും വെള്ളമൊക്കെ വേണേ. മണ്ണ്, വെള്ളം, തീയൊക്കെ വേണം. അതാണ്. അതേപോലെ കാലം, പരിണാമഹേതുവായിട്ടുള്ള കാലം. കർമ്മം, ഈ ജീവൻ ശരീരത്തിന് അർഹത ഇപ്രകാരത്തിലാണ് വരിക എന്ന് കർമ്മമാണ് നിയന്ത്രിക്കുക. ഈ സ്വഭാവമാണ് അതിനനുസരിച്ചുള്ള ശരീരത്തിലിരുന്നു കൊണ്ട് ചെയ്യുക. അപ്പോൾ ജീവൻ എന്നുള്ള ബ്രഹ്മാംശം ഇത് ചെയ്തുകൊണ്ടേയിരിക്കും. ഇങ്ങനെ ഈ പ്രപഞ്ച നിർമ്മിതിക്ക് ഹേതുവായിട്ടുള്ള അത് മുഴുവൻ സൃഷ്ടിച്ചത് താത്വികമായിട്ട് സർവം നാരായണനാണ്, അനന്തപത്മനാഭനാണ്. അപ്പോൾ
നാരം ജീവജാലങ്ങൾ അതിന് ആശ്രയമായിട്ടുള്ള ഈ നാരായണൻ, ആ നാരായണനെ നമ്മൾ നാരായണ എന്ന് ജപിക്കുമ്പോൾ നാകാരം ജീവനായിട്ടും രാകാരം രാതി കടക്കുക എന്ന ഈയകാരം സഖ്യമായിട്ടും നകാരം ഭഗവാനായിട്ടുമാണ് പറയുക. അപ്പോൾ ആ നാരായണനെയാണ് ഈ നാരായണൻ ജീവജാലങ്ങൾക്ക് അയനം ആശ്രയമായിട്ടുള്ള ഭഗവാനെ എല്ലാവരും മുക്തി കിട്ടുവാൻ വേണ്ടിയിട്ട് തന്നെയാണ് ആശ്രയിക്കുന്നത്. വേദലക്ഷ്യം, വേദമുണ്ടാക്കിയത് ഭഗവാനാണ്, ഞാനാണ് അത് പുറമേക്ക് പറഞ്ഞത്, എന്നെക്കൊണ്ട് ഭഗവാൻ പറയിച്ചതാണ്. പക്ഷേ വേദം ഭഗവാന്റെ ഇച്ഛയാണ്, അത് നാരായണനാൽ പറയപ്പെട്ടു. നാരായണനാണ് എനിക്ക് വേദത്തെ എന്താണ് എന്ന് പറഞ്ഞു തന്നത്. അതാണ് ചതുശ്ലോകി ഭാഗവതം. അപ്പോൾ അത് 9-ാമത്തെ അധ്യായത്തിൽ ഇനി പറയും. ആ നാരായണനെ ആരാധിക്കാനാണ് ഞാനും ഈ ദേവന്മാരും. ആ നാരായണൻ്റെ അതാത് അംഗങ്ങളിൽ ഇരുന്നു കൊണ്ട് നാരായണനെ തന്നെ സേവിക്കുക. യോഗം കൊണ്ടോ തപസ്സുകൊണ്ടോ ജ്ഞാനം കൊണ്ടോ നാരായണനെ കുറേശ്ശെ മനസ്സിലാക്കാൻ, നാരായണനിൽ എത്താൻ വേണ്ടിയിട്ട്, നാരായണൻ്റെ പ്രീതിക്ക് വേണ്ടിയിട്ട് ഈ സാക്ഷിയായിട്ടുള്ള സർവാന്തര്യാമിയായിട്ടുള്ള നിയന്ത്രണം ചെയ്യുന്നതായിട്ടുള്ള ഈ പരമാത്മാവായിട്ടുള്ള ഭഗവാന്റെ കടാക്ഷം കിട്ടാൻ വേണ്ടി, അനുഗ്രഹം കിട്ടാൻ വേണ്ടി, വരം കിട്ടാൻ വേണ്ടി നമ്മളൊക്കെ ഭഗവാനെയാണ് ത്രികരണങ്ങളെ കൊണ്ട് ആശ്രയിക്കുന്നത്. അപ്പോൾ ആ ഭഗവാൻ സൃഷ്ടിച്ചതിനെ ഞാൻ പ്രകടമാക്കി തീർക്കുന്നു എന്ന, അത് ഭഗവാന്റെ ആജ്ഞയ്ക്കനുസരിച്ച് ഞാനൊരു സൃഷ്ടികർത്താവായിട്ട് ലോകരെ അറിയിക്കാൻ വേണ്ടി ഭഗവാന്റെ ഒരു ലീല, അത്രയേ ഉള്ളൂ. ഭഗവാനെ സൃഷ്ടിച്ചതിൽ ബന്ധമൊന്നുമില്ല. ഇനി ഭഗവാൻ എന്നോടും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഞാൻ സൃഷ്ടിച്ചവയിൽ എൻ്റെ എന്ന തോന്നലുണ്ടാവില്ല എന്ന്. അപ്പം അതുകൊണ്ട് ഞാൻ സ്വതന്ത്രനാണ്. ത്രിമൂർത്തികൾക്ക് മാത്രമേ സ്വാതന്ത്ര്യമുള്ളൂ. അപ്പം അതിൽ ഭഗവാൻ അനുഗ്രഹിച്ച് തന്ന ഒരു വരമായിട്ടാണ് ഈ സ്വാതന്ത്ര്യം. നമുക്കൊന്നും സ്വാതന്ത്ര്യമില്ല. സന്തോഷം, സ്വസ്ഥത, സ്വാതന്ത്ര്യം, ഇത് മൂന്നും കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് മൂന്നും ജീവനുണ്ടെന്നാണ് പറയുക. പക്ഷേ ജീവൻ ശരീരവുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോൾ സ്വാതന്ത്ര്യം പോയി. പിന്നെ സുഖം എന്നുള്ളത് ഇന്ദ്രിയ സുഖങ്ങളായിട്ട് മാറും. ഇന്ദ്രിയ സുഖങ്ങളായിട്ട് മാറ്റിയതും ഭഗവാനാണ്. അതും യഥാർത്ഥത്തിൽ സച്ചിദാനന്ദത്തെ അനുഭവിക്കാനാണ് ഈ പ്രാരബ്ധം തീർക്കുന്നത് എന്ന ബോധമില്ലാണ്ട് അതും ചെയ്യണത്. കാരണം ഈ ശരീരം ഉണ്ടാക്കിയത് പഞ്ചഭൂതങ്ങളെ കൊണ്ടാണ്, അതിൻ്റെ തന്മാത്രകളിലൂടെയാണ് ഇതിൻ്റെ സുഖത്തെ വരുന്നത്. അപ്പോൾ ദ്രവ്യശക്തിയായിട്ട് ഇത് ഈ ദേഹത്തെ കൊണ്ട് ചെയ്യിക്കുകയാണ്. പിന്നീട് കർമ്മേന്ദ്രിയങ്ങൾ, ജ്ഞാനേന്ദ്രിയങ്ങൾ, ഇത് രജോ ഗുണത്തിൽ നിന്ന് വന്നു ക്രിയാശക്തിയോട് കൂടിയിട്ട്, ദ്രവ്യശക്തിയും ക്രിയാശക്തിയും കൂടിയിട്ട് ഈ അനുഭവങ്ങളിലൂടെ ജ്ഞാനവിജ്ഞാന ശക്തി, ജ്ഞാനശക്തിയിലൂടെ അത് ജ്ഞാനം നേടണം, അതിനു വേണ്ടിയിട്ട് കർമ്മം ചെയ്യണമെന്ന ഇച്ഛാശക്തി, എല്ലാ അധിഷ്ഠാന ദേവതകൾക്കും അനുസരിക്കുക എന്ന, അല്ലെങ്കിൽ ആ ദേവന്മാരുടെ ആജ്ഞാപാലകരായിക്കൊണ്ട് ഈ ഇന്ദ്രിയവും അതിനൊപ്പം മനസ്സും പ്രേരിപ്പിച്ചുകൊണ്ട് അത് ചെയ്യുകയാണ്, അനുഭവിക്കുകയാണ്, അതിൻ്റെ ഫലത്തെ അനുഭവിക്കുകയാണ്. ഇത് കാലം കൊണ്ട് ഇങ്ങനെ പരിണാമം സംഭവിച്ചു കൊണ്ടേയിരിക്കും. ഗുണക്ഷോഭാദി കാര്യങ്ങളൊക്കെ അതാത് സന്ദർഭങ്ങളിൽ ഈ കാലം കൊണ്ട് സംഭവിച്ചിരിക്കും. അതൊക്കെ പരിണാമത്തിന് കാരണമാണ്. അതേപോലെ തന്നെ കർമ്മം, ഈ ജന്മഹേതുവായിട്ടുള്ള ഈ കർമ്മം, അത് ഏത് ശരീരം വേണമെന്നുള്ളത് സ്വഭാവമായിട്ട് നമുക്ക് കിട്ടി. സ്വഭാവം യോനിഹേതു എന്നാണ്. അപ്പോൾ അത് നമുക്ക് ഏത് ശരീരമാണ് വേണ്ടത്, സസ്യം വേണോ, തിര്യക്ക് വേണോ, മനുഷ്യൻ വേണോ, ദേവൻ വേണോ എന്നുള്ളത് ഈ കർമ്മത്തിൻ്റെ ബാക്കി അനുഭവിക്കാനുള്ള, പ്രാരബ്ധം അനുഭവിക്കാനുള്ള, പുണ്യപാപങ്ങളെ തീർക്കാനുള്ള ശരീരമാണ് തരിക. അപ്പോൾ അതിന് സ്വഭാവമായിട്ടാണ് ഇത് വരിക എന്ന് സാരം. ഈ ഭഗവാന്റെ ഇച്ഛ, അതാണ് ആദ്യത്തെ. ആ ഇച്ഛ കൊണ്ട് പ്രകൃതി ഉണ്ടായിരുന്ന, ആ പ്രകൃതിയിലേക്ക് ത്രിഗുണങ്ങളെ ചേർത്തു ഒരു ക്ഷോഭിപ്പിക്കലുണ്ടായിരുന്ന, പ്രകൃതി വിക്ഷോഭം, നമ്മൾ ഉദ്ദേശിക്കുന്ന സുനാമിയോ കൊടുങ്കാറ്റോ അല്ലെങ്കിൽ ഭൂമി കുലുക്കോ ഒന്നുമല്ല. പ്രകൃതിയെ വിജൃംഭണം ചെയ്യുക, വിക്ഷോഭിക്കുക, വിക്ഷോഭണം, ക്ഷോഭിപ്പിക്കുക.
ഇതാണ്. അപ്പോൾ അതുണ്ടാവുമ്പോൾ നമ്മൾ ഈ പലതരത്തിലുള്ള ക്ഷോഭങ്ങൾ കാണാൻ സാധിക്കും. അത് ഉണ്ടായാലാണ് സൃഷ്ടി എന്നുള്ളത് നടക്കുള്ളൂ. അതിലാണ് ആദ്യമായിട്ട് മഹത് തത്വം ഭഗവാൻ ചൈതന്യമായിട്ട് ചേർത്തത്. തൻ്റെ ഛായയായിട്ടുള്ള കണ്ണാടിയിൽ കണ്ടതായിട്ടുള്ള തൻ്റെ ഛായ നിഴൽ, അതിൽ ഭഗവാൻ തൻ്റെ ഈ ചൈതന്യത്തെ ചേർത്ത് കഴിഞ്ഞപ്പോൾ ഒരു സ്വാതന്ത്ര്യം കിട്ടി, തന്നെ മറക്കുകയും ചെയ്തു. അങ്ങനെയാണ്. അപ്പോൾ ജീവോൽപത്തി ആദ്യത്തെ ഈ ദുർഗയായിട്ടുള്ള മായയായിട്ടുള്ള മൂലപ്രകൃതിയായിട്ടുള്ള അതിനെ ചൈതന്യവത്താക്കി ഭഗവാൻ ആദ്യം. ഇപ്പോൾ ആദ്യത്തെ പ്രക്രിയ ഇതാണ്. അതിൽ ചേർത്തത് മഹത്ത് എന്ന ജീവാംശമാണ്. അപ്പോൾ ആ ജീവൻ അത് ഭഗവത് അംശം തന്നെയാണ്. അതിന് ഈ ശരീരത്തോട് കൂടിയിട്ട് ചേർച്ച വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ എന്നുള്ള ബോധമുണ്ടായി. അതാണ് അഹം തത്വം. ഈ അഹം തത്വത്തിൽ സത്വരജ സമോ ഗുണങ്ങളെ ഭഗവാൻ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അത് മൂന്നും കൂടി അല്ലാണ്ട് ഈ അഹം തത്വം ഉണ്ടാവില്ല. ഞാൻ എന്ന് തോന്നുന്നത് ജീവനല്ലാണ്ടായി മാറി ശരീരമാണ് എന്ന തോന്നൽ വന്നു. ഇപ്പോൾ നമ്മളൊക്കെ ഞാൻ ജീവനാണ് എന്നൊക്കെ പറയും എന്നല്ലാണ്ട് നമ്മളൊക്കെ ശരീരമാണ് എന്നേ ധരിക്കുന്നുള്ളൂ. കാരണം ശരീരത്തിൻ്റെ ഒരാവശ്യം നിറവേറിയിട്ടില്ല വെച്ചാൽ ആ ആവശ്യം നിറവേറാൻ വേണ്ടി നമ്മൾ അടുത്ത പ്രയത്നം ചെയ്യും. അത് ഉറപ്പാണ്. വേവലാതിപ്പെട്ടുകൊണ്ട് ചെയ്യും. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ഞാൻ ജീവനാണെന്ന് പറയണേ ഉള്ളൂ അല്ലേ, എനിക്ക് ജീവന് ശരീരത്തിൻ്റേതായിട്ടുള്ള വിശപ്പും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ജീവനല്ല വിശക്കുന്നത്, ശരീരത്തിനാണ് വിശക്കുന്നത്. അതുപോലും നമുക്കറിയില്ല. എന്നിട്ട് കേമനായിട്ട് പറയുകയും ചെയ്യും. അതാണ്. അപ്പം അങ്ങനെയല്ല. ശരീരബോധങ്ങൾ ഒന്നും പാടില്ല. ശ്വസിക്കാതിരിക്കാൻ എത്ര നേരം പറ്റും? ഇത് കഴിഞ്ഞാൽ ശ്വസിക്കണ്ടേ? ഇപ്പോൾ ശ്വാസം വലിക്കൽ കർമ്മമാണ്. ശ്വാസം വലിക്കൽ ഈ സ്വീകരണം ആണ്. ശുദ്ധവായു ശ്വസിച്ചില്ലാച്ചാൽ തന്നെ നമുക്ക് പ്രശ്നമായി. ഓക്സിജൻ വേണ്ട രീതിയിൽ ചെന്നിട്ടില്ലാച്ചാൽ ഓക്സിജൻ്റെ അളവ് കുറഞ്ഞിട്ട് അത്രേ അയാൾ മരിച്ചതേ എന്ന് കേൾക്കേണ്ടി വരുന്നർത്ഥം. ഇത്രയേ ഉള്ളൂ. അപ്പോൾ അവിടെ ആ ശരീരമാണ് മരിക്കുന്നതേ. അപ്പോൾ അവിടെ ഞാനാരാ? അപ്പോൾ ഈ ജീവനെ നമുക്ക് മനസ്സിലാക്കണം വെച്ചാൽ ഒരു ഘട്ടം കഴിഞ്ഞാൽ മാത്രമേ സാധിക്കുള്ളൂ. ത്രിത്വവും ദ്വന്ദ്വവും മറികടന്നാൽ മാത്രമേ നമുക്ക് ജീവനെ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അതിന് ഭഗവാനാൽ നിശ്ചയിക്കപ്പെട്ടതായിട്ടുള്ള, ഭഗവാനാൽ ആദ്യം സൃഷ്ടിക്കപ്പെട്ടതായിട്ടുള്ള ഈ ഓങ്കാരം ശബ്ദബ്രഹ്മം, അതിനെ ആശ്രയിക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതിനെ ആശ്രയിക്കാൻ തന്നെ ഒരുപാട് നിയമങ്ങളൊക്കെ ഉണ്ട്. ഓങ്കാര വിസ്താരമുള്ള സമയത്ത് അത് പറയാം. 5 മാത്രകളായിട്ട് ഈ ഓങ്കാരത്തിൽ എല്ലാ തത്വങ്ങളും ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ ശബ്ദം അത് മാത്രകളായിക്കൊണ്ട് അതിൻ്റെ ഗുണകങ്ങളായിട്ട് ആദ്യം ആകാശം, ആദ്യമുണ്ടായത് ശബ്ദമാത്രയാണ്, തന്മാത്രയാണ്. അത് ഓങ്കാരമാണ്. അതിൽ 38 മാത്രകളുണ്ട്. സാധാരണ നമ്മൾ 3 മാത്രകളായിട്ട് ആ ഊമ ചെല്ലണു. ബിന്ദുവും നാദവും കൂടി 5ആയി. അപ്പോൾ ഇതിൽ ഈ ഓങ്കാരത്തിൽ നിന്ന് അത് കൂട്ടിവെക്കലുകളെ കൊണ്ട് ആകാശമുണ്ടായി. ആകാശത്തിൽ നിന്ന് ആദ്യമുണ്ടായതാണ് സ്പർശം. അത് വായുവെ ഉണ്ടാക്കി. ഈ സ്പർശം വായുവെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ആ വായുവിൽ രൂപത്തെ ഉണ്ടായി. ആ രൂപം ചേർത്ത് വെച്ചപ്പോൾ അത് അഗ്നിയായിട്ട് മാറി. അപ്പോൾ അഗ്നി ഉണ്ടായി. ആ അഗ്നിയിൽ രസത്തെ ആണ് ഉണ്ടായത്. ആ രസം ചേർത്ത് വെച്ചപ്പോഴാണ് ജലമുണ്ടായത്. ആ ജലത്തിൽ നിന്നാണ് മണ്ണ് ഉണ്ടായത്, അല്ലെങ്കിൽ ഈ ഗന്ധം ഉണ്ടായത്. ആ ഗന്ധം ചേർത്ത് വെച്ചപ്പോൾ ഭൂമി ഉണ്ടായി. ഇങ്ങനെ പഞ്ചഭൂതങ്ങളുടെ സൃഷ്ടി നമുക്ക് പറഞ്ഞാൽ തന്നെ മനസ്സിലാവില്ല. പറഞ്ഞാൽ അംഗീകരിക്കാൻ പ്രയാസമാവും. ശബ്ദമുണ്ടായി, ശബ്ദം ചേർത്ത് വെച്ചത് ശബ്ദഗുണകം ആകാശം എന്നൊക്കെ പറഞ്ഞാൽ ശബ്ദം ഇങ്ങനെ ചേർത്ത് വെച്ചാൽ ആകാശം ഉണ്ടാവുക എന്ന് ചോദിക്കേണ്ടി വരും. അത്രയ്ക്കുള്ള ജ്ഞാനേ നമുക്കുള്ളൂ. അതിൽ നിന്നാണ് സ്പർശമുണ്ടായത്. സ്പർശം ഇങ്ങനെ കൂട്ടി വെച്ചപ്പോഴാണ് വായു ഉണ്ടായത്. അതെ അതെ, ഇങ്ങനെ തുടർന്നല്ലേ സ്പർശം എന്ന് പറഞ്ഞാൽ തൊടണതല്ലേ? അതെ, അങ്ങനെ തൊടണത് ഇങ്ങനെ കൂട്ടി വെച്ചാൽ വായു ഉണ്ടാവുക. വിവരക്കേട് പറയണം. അത്രയേ നമുക്കറിയുള്ളൂ. അതേപോലെ തന്നെയാണ് ഈ വായുവിലാണ് രൂപമുണ്ടായത്. ആ രൂപം കൂട്ടി വെച്ചപ്പോഴാണ് താപമുണ്ടായത്, അഗ്നി ഉണ്ടായത്.
നീ തോന്നിയത് പറയുക. അപ്പോൾ ഇത് മനസ്സിലാക്കാനുള്ള ആ ഒരു കഴിവ് എപ്പോഴാണ് ഉണ്ടാവുക? യഥാർത്ഥത്തിൽ ഈ തത്വങ്ങൾ മുഴുവൻ ശരിയാണ് എന്ന് അനുഭവം വന്നാൽ മാത്രമേ പറ്റുള്ളൂ. ഈ അഗ്നിയിലാണ് രസമുണ്ടായത്, ആ രസം ചേർത്ത് വെച്ചപ്പോഴാണ് ജലമുണ്ടായത്, ആ ജലം അതിലാണ് ഗന്ധമുണ്ടായത്, ആ ഗന്ധം ചേർത്ത് വെച്ചപ്പോഴാണ് ഭൂമി ഉണ്ടായത്. അപ്പോൾ ഇങ്ങനെ ഒരു തത്വമുണ്ട് എന്ന് ആദ്യം ഗുരുകാരണവന്മാർ പറഞ്ഞതുപോലെ, ഭഗവാന്റെ ഈ വേദത്തിൽ പറഞ്ഞതുപോലെ ഇപ്രകാരത്തിലാണ് എന്ന് ആദ്യം നമ്മൾ, ചിലതൊക്കെ അന്ധവിശ്വാസം, ഇവിടെ അന്ധവിശ്വാസം ആവശ്യമാണ്. ഏതിനൊക്കെ അന്ധവിശ്വാസം വേണ്ടത് നമുക്ക് നിശ്ചയില്ല. ഇവിടെ എന്തായാലും അന്ധവിശ്വാസം വേണം, ഉറപ്പാണ്. കാരണം നമുക്ക് ഈ പഞ്ചമഹാഭൂതങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ട് ഒരു ശരീരത്തെ ഉണ്ടാക്കി അതിൽ ചൈതന്യം കൊടുത്ത് ഒരു ജീവൻ അങ്ങനെ ഒരു ഉണ്ടാക്കാൻ നമുക്ക് പറ്റില്ല. എന്നാൽ നമുക്കൊരു പുത്രനെ ഉണ്ടാക്കാൻ പറ്റുമോ? അങ്ങനെ ഇല്ലല്ലോ. അപ്പോൾ ഇങ്ങനെയൊന്നും ഉണ്ടെന്ന് ആദ്യം മനസ്സിലാക്കുക. അതിൽ ഭഗവാന്റെ ചൈതന്യത്തെ ചേർത്തു, പഞ്ചപ്രാണങ്ങളെ ഭഗവാൻ ചേർത്തു, 10 പ്രാണങ്ങളെ ചേർത്തു, ഇന്ദ്രിയങ്ങളെ ഭഗവാൻ ചേർത്തു, മനസ്സ് മനോബുദ്ധിരഹങ്കാര ചിത്തങ്ങളായിട്ട് 4 അത് ചേർത്തു. ഓരോരുത്തർക്കും വേണ്ടതായിട്ടുള്ള ഭാവം സ്വഭാവമായിട്ട് തന്നെ കൊടുത്തു. കർമ്മങ്ങളെ ഭഗവാൻ നിശ്ചയിച്ചു, അതാത് കാലത്ത് അതാത് കർമ്മങ്ങളെ ചെയ്യുക എന്ന പ്രകാരം. ലിംഗം ഭഗവാൻ നിശ്ചയിച്ചു, പഞ്ചകോശങ്ങളിലൂടെ അതിനെ അന്നമയം, പ്രാണമയം, ജ്ഞാന വിജ്ഞാനമയം, ആനന്ദമയം, ഇങ്ങനെയൊക്കെ കോശങ്ങളെയൊക്കെ നമുക്ക് ഭഗവാൻ തന്നു. ഇതൊക്കെ അതിൻ്റേതായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, അല്ലാണ്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചല്ല. അന്നമയം, പ്രാണമയം, മനോമയം, വിജ്ഞാനമയം, ആനന്ദമയം എന്ന ഈ കോശങ്ങളിലൂടെ ശരീരപുഷ്ടിക്കായാലും അതേപോലെ ഈ ഓജസ് നിലനിർത്താനും പ്രവർത്തിക്കാനും അതിനൊരു ഇച്ഛാശക്തി ഉണ്ടാക്കാനും അതിന് വേണ്ട അറിവിനെ ഉണ്ടാക്കാനും ആ പ്രവൃത്തികളെ കൊണ്ടുള്ള സച്ചിദാനന്ദത്തെ അനുഭവിക്കാനും ഒക്കെയാണ് പഞ്ചകോശങ്ങളൊക്കെ. അത് വേണ്ട രീതിയിൽ നമുക്ക് സാധിച്ചുവെങ്കിൽ ഭഗവാനെ കുറേശ്ശെയായിട്ട് അറിയാൻ സാധിക്കുമെന്ന് പറയുക. ബ്രഹ്മാവ് ഈ നാരദനെ ഉപദേശിക്കുന്നതായിട്ടുള്ള രംഗമാണ്. ഇങ്ങനെയാണ് ഭാഗവതം ഉണ്ടായത്. ഭാഗവതം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ഉപദേശാദി കാര്യങ്ങൾ, ഈ പ്രപഞ്ച സൃഷ്ടി, ആ പ്രപഞ്ചത്തിൽ സമഷ്ടിയായിട്ട്, പ്രകൃതിയായിട്ട്, അതിൽ വ്യഷ്ടിയായിട്ട്, സ്ഥൂലം സൂക്ഷ്മം കാരണശരീരങ്ങളൊക്കെ ഭഗവാൻ ഉണ്ടാക്കി. ഇത് എല്ലാം കൂടി ചേർന്നിട്ട് ഭഗവാൻ വിരാട് രൂപനായിട്ട്, സഹസ്രപുരുഷനായിട്ട്, സ്വരാട്ട്, വിരാട്ട്, വിശ്വൻ എന്ന രീതിയിൽ കാണുന്നു. ആ ഭഗവാനെ മനസ്സിലാക്കുമ്പോൾ എല്ലാറ്റിലും ഭഗവാൻ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാവണു. ഇങ്ങനെ ഓരോന്നും അതേപോലെ അംഗങ്ങളായിട്ട് ഭഗവാൻ ഓരോ ശരീരത്തിനും ക്രമമൊക്കെ ഉണ്ട്. അത് മനുഷ്യ ശരീരത്തിന് ഒന്ന്, മറ്റേ തിര്യക് ജാതികൾക്ക് വേറൊന്ന്, മരങ്ങൾക്ക് വേറൊന്ന്, ഇങ്ങനെയൊക്കെ ആയിട്ടാണ് നമുക്ക് തോന്നുക. വെച്ചാലും ഇതൊക്കെ അതിലും ഉണ്ട് എന്നാണ് പറയണം. ഗ്രന്ഥത്തിലും കൂടിയും ഈ 12 അവയവങ്ങൾ ഒരേപോലെ ഇരിക്കുന്നു എന്നെല്ലാം പറയണം. ഉള്ളംകാല്, പുറവടി, ഞെരിയാണി, കണങ്കാല്, മുട്ട, തുടകൾ, അരക്കെട്ട്, വയറ്, നാഭി, ഹൃദയം, മാരിടം, കണ്ഠം, സ്തനം, ശിരസ്, അതിൽ സഹസ്രാര പത്മം അല്ലെങ്കിൽ നെറുക, അങ്ങനെയല്ലേ. ഇതൊക്കെ ഭഗവാനാൽ നിശ്ചയിക്കപ്പെട്ടതാ. മൂലതോ ബ്രഹ്മരൂപായ, മധ്യതോ വിഷ്ണുരൂപിണേ, മധ്യത വിഷ്ണുരൂപിണേ, അഗ്രത ശിവരൂപായ, വൃക്ഷരാജായ തേ നമ. ആൽവൃക്ഷത്തിനെ നമസ്കരിക്കുന്നതായിട്ടുള്ള മന്ത്രമാണ്. അതേപോലെ ഊർധ്വമൂലം അധശാഖ എന്നാണ്. അപ്പോൾ ഇതെല്ലാം ഭഗവാനാൽ നിശ്ചയിക്കപ്പെട്ടതാണ്. നമ്മളതിനെ കുറച്ച് നല്ലോണം മനസ്സിലാക്കിയാൽ മാത്രമേ എന്തെങ്കിലും മനസ്സിലാക്കാൻ സാധിക്കുമായിരിക്കാം, അത്രയേ ഉള്ളൂ. ഭഗവാൻ ബ്രഹ്മാവ് ഈ മഹാവിഷ്ണുവിൽ നിന്ന് മുഴുവൻ ജ്ഞാനവും നേടിയത് കേവലം ഒറ്റ ശ്ലോകം കൊണ്ടാണ്. അഹമേവ അസമേവാഗ്രേ നാന്യദ്യൽ സദസത്പരം പശ്ചാദഹം യഥേതച്ച യോവശിഷ്യേത സോസ്മ്യഹം. ഈ ഒരൊറ്റ ഇതേ ഉള്ളൂ. ആ ശ്ലോകത്തിൻ്റെ വിസ്താരമാണ് ഭാഗവതമായാലും ഒക്കെ 100 കോടി ഗ്രന്ഥങ്ങൾ. അപ്പം അതിൽ സർവം ഖല്ലിതം ബ്രഹ്മ, തത്വമസി,
അല്ലെങ്കിൽ സോഹം ബ്രഹ്മ, അയമാത്മാ ബ്രഹ്മ, അഹം ബ്രഹ്മാസ്മി, പ്രജ്ഞാനം ബ്രഹ്മ, ഇങ്ങനെയുള്ള സൂത്രവാക്യങ്ങൾ വേദത്തിലും മറ്റ് പലതരത്തിലും നമുക്ക് പറയപ്പെട്ടിരിക്കുന്നു. അതെല്ലാം നമ്മൾ അറിയണം. ഇതൊക്കെ ഭഗവാൻ ബ്രഹ്മാവിന് കൊടുത്തപ്പോൾ ബ്രഹ്മാവ് കണ്ടുപിടിച്ചതായിട്ടുള്ളതാണ്. അപ്പോൾ ആരാ സൃഷ്ടാവ്? ബ്രഹ്മാവിന് സംശയമില്ല, കാരണം ഇത് മുഴുവൻ ഭഗവാനാണ്. ഭഗവാൻ തൻ്റെ ഈ ബ്രഹ്മാവിനെ സൃഷ്ടിച്ചത് തന്നെ തൻ്റെ നാഭിയിലൊരു താമര ഉണ്ടാക്കിയ താമരയിലാണ് ബ്രഹ്മാവിനെ സൃഷ്ടിച്ചത്. ബ്രഹ്മാവിന് ബോധം വന്നു കഴിഞ്ഞപ്പോൾ ഉണർന്ന് നോക്കി. അപ്പോഴാണ് ആദ്യമായിട്ട് കണ്ണ് തുറക്കുകയാണ്. അപ്പോൾ താൻ എവിടെ ഇരിക്കണമെന്ന് മനസ്സിലാവണില്ല, സർവത്ര വെള്ളമാണ്. സൂക്ഷിച്ച് നോക്കി, ഒന്നും മനസ്സിലാവണില്ല. ഇപ്പോൾ 1000 കൊല്ലം തപസ് ചെയ്തു. തപസ് ചെയ്തപ്പോൾ കണ്ണ് തുറന്ന് നോക്കിയപ്പോഴാണ് കുറേശ്ശെ ജ്ഞാനം ഇങ്ങനെ കാണാനുണ്ട്. എന്താ ജ്ഞാനമുള്ളത്? 4 പുറം വെള്ളമാണ്, താനിരിക്കുന്നത് ഒരു താമരയിലാണെന്നൊക്കെ മനസ്സിലായി. അപ്പോൾ ഇതിൻ്റെ അടിത്തറ എന്താ എന്ന് അന്വേഷിച്ചു. ഇപ്പോൾ നോക്കുമ്പോൾ താമരയിലൊരു തണ്ട് കാണാനുണ്ട്, താമര താങ്ങിയത്. അതിലൂടെ താഴേക്ക് പോയി, ഒന്നും കാണാൻ പറ്റിയില്ല, അടി കണ്ടില്ല. നേരെ മുകളിലേക്ക് വന്നു, വീണ്ടും തപസ് ചെയ്തു. തപസ് ചെയ്തപ്പോൾ ഭഗവാൻ വൈകുണ്ഠം കാണിച്ചു കൊടുത്തു. അപ്പോൾ കുറച്ച് സമാധാനമായി. കുറച്ചും കൂടി മനനം ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഭഗവാനെ കാണാൻ സാധിച്ചത്. അപ്പോൾ ഭഗവാനെ നന്നായിട്ട് സ്തുതിച്ചു. ഒന്നും മനസ്സിലായില്ല, അറിയാവുന്ന രീതിയിലൊക്കെ സ്തുതിച്ചു എന്നാണ്. സ്തുതിച്ചു കഴിഞ്ഞപ്പോൾ ഭഗവാൻ പറഞ്ഞു, അങ്ങക്ക് എന്നെ ഇതാ മനസ്സിലാക്കാൻ ഞാൻ അനുവാദം തരണു, ജ്ഞാനം തരണു. അപ്പോൾ ഭഗവാനെ കുറേശ്ശെയായിട്ട് മനസ്സിലാവാൻ തുടങ്ങി. അംഗപ്രത്യംഗം, കേശാദിപാദം, പാദാദികേശം, നാരായണ സ്വരൂപം, എല്ലാവരും സ്തുതിക്കുന്നതും പൂർണ്ണമായിട്ടുള്ളൊരു അവസ്ഥയിലേക്ക് ഭഗവാൻ ബ്രഹ്മാവിനെ കാണിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, അങ്ങ് സൃഷ്ടാവാണ്, സൃഷ്ടിച്ചോളൂ എന്ന് പറഞ്ഞു. ഇപ്പോൾ തരാമെന്ന് തോന്നുന്നില്ല, അതുകൊണ്ട് ഒരു 100 കൊല്ലം കൂടി നന്നായിട്ട് തപസ് ചെയ്തോളൂ എന്ന് പറഞ്ഞു. ഇപ്പോൾ ബ്രഹ്മാവ് ഭഗവാനെ സ്തുതിച്ചതും ഭഗവാൻ ഈ ചതുശ്ലോകിയായിട്ട് ഉപദേശം കൊടുത്തതും അത് മുഴുവൻ ഈ സൃഷ്ടിക്കും പാലനത്തിനും സംഹാരത്തിനും കാരണമായിട്ടുള്ള മുഴുവൻ ജ്ഞാനവും അതിലുണ്ടെന്ന്. അപ്പം അത് മുഴുവൻ ഇപ്രകാരത്തിലാണ് പറഞ്ഞു വെച്ചത്. അപ്പം അതിൽ ഈ ജ്ഞാനത്തെ നേടാൻ വേണ്ടിയിട്ട് വേദങ്ങളെ ഭഗവാൻ ഋക്കുകളിലൂടെ തന്നു. ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം. അതിൽ ഋഗ്വേദം തന്നെയാണ് ബാക്കി 3 എന്നും പറയാറുണ്ട്. കാരണം അതിൽപ്പെട്ട ഋക്കുകളേ ഇതിലുള്ളൂ, വേറെ ഒന്നുമില്ല. അതിൽ സ്വരവ്യത്യാസങ്ങൾ, പിന്നെ കർമ്മയോഗമായിട്ട് യജുർവേദത്തിൽ സ്വരം കൂട്ടിച്ചേർത്ത് സാമമാക്കി, പ്രയോഗമായിട്ട് അഥർവമാക്കി, ഇങ്ങനെയാണ്. പരാപശ്യന്തി, മധ്യമ, വൈഖരി എന്ന നിലയ്ക്ക് അതിനെ ഋക്കുകളെ ചില അക്ഷരവിന്യാസങ്ങൾ, ഇത്ര അക്ഷരം ചേർന്നാൽ ഒരു ഋക്ക് എന്നെല്ലാം. അങ്ങനെ ഗായത്രി, ഉഷ്ണിക, അനുഷ്ടുപ്പ്, ത്രിഷ്ടുപ്പ്, ജഗതി, പങ്ക്തി, ബൃഹതി, ഇങ്ങനെ 24 മുതൽ 48 വരെ അക്ഷരങ്ങളുള്ളതും പിന്നീട് നന്നാലുകൾ കൂട്ടിക്കൊണ്ട് ഒരു 7 കൂടി, അങ്ങനെ 7 14 ഛന്തസ്സൊക്കെ ഉണ്ട്. പിന്നെയുണ്ട് ഛന്തസ് 10 30 ഉണ്ട്, എന്തായാലും 36 ഉണ്ട്. ഏതായാലും ഇത് മുഴുവൻ ഈ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള അല്ലെങ്കിൽ ശരീര നിർമ്മിതിക്ക് കാരണമായിട്ടുള്ള ത്വക്, ചർമ്മ, മാംസ, രുധിര, മേധോ, മജ്ജ, അസ്ഥി, ധാതവ. അപ്പോൾ രോമം, ശുക്ലം, രസം, ഇതൊക്കെ ഇതിൽ വരും കേട്ടോ. എന്നാലും ഇങ്ങനെയുള്ളതിനെ പുഷ്ടിപ്പെടുത്തുവാനാണ് ഈ അക്ഷരങ്ങൾ പ്രയോഗിക്കുന്നത്. അക്ഷരങ്ങൾ പ്രയോഗിക്കുമ്പോൾ സ്പർശാക്ഷരങ്ങൾ 25, സ്വരങ്ങൾ 16, ഹലന്തങ്ങൾ, ലബന്ധങ്ങൾ, ഊഷ്മാക്കൾ എന്നൊക്കെ പറയും. അത് 4 8, 25, 16, അങ്ങനെ 49. പിന്നെ കൂട്ടക്ഷരങ്ങൾ ക്ഷത്രജ്ഞ നമ്മൾ എഴുതാറുണ്ട്. ക്ഷതാത് ത്രായതേ ജ്ഞാനം, അല്ലെങ്കിൽ ക്ഷതാത് ജ്ഞാനാത് ത്രായതേ ക്ഷതം, അങ്ങനെ പറയാം. ക്ഷത്രജ്ഞ അതാണ്. അപ്പോൾ കൂട്ടക്ഷരങ്ങൾ ഇങ്ങനെ ഓരോന്നും ഈ ശരീരത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഈ മന്ത്രജപത്തിലൂടെ, ഋക്ക് ജപത്തിലൂടെ അക്ഷരങ്ങളെ വിന്യാസം ചെയ്യുമ്പോൾ അതിൽ കഠിനാക്ഷരമുണ്ട്, മൃദു അക്ഷരങ്ങളുണ്ട്, ചേർന്ന അക്ഷരങ്ങളുണ്ട്, ലഘു അക്ഷരങ്ങളുണ്ട്, പലതുമുണ്ട്. അതേപോലെ അനുസ്വാരം, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, സ്വരം. പിന്നെ അതിൽ തന്നെ ധാരാളം പാട്ട് പഠിച്ചവർക്കൊക്കെ മനസ്സിലാവും. പ്ലുതം എന്നൊക്കെ പറഞ്ഞിട്ടേ അനുസ്വാരം, പ്ലുതം എന്നൊക്കെ കാണാം. അത് സപ്തസ്വരങ്ങളായിട്ട്, അതിൻ്റെ 64 രാഗാദികളായിട്ട്, അങ്ങനെ പലതും.
ഇതൊക്കെ ശരീരപുഷ്ടിക്ക് കാരണമായി തീരും. കാരണം ഈ അന്തരീക്ഷത്തിലുള്ള എന്തൊക്കെയോ ചിലത് നമ്മൾ അറിയാതെ കണ്ട് ഇങ്ങനെ പറയുമ്പോൾ അകത്തേക്ക് കയറും, വേണ്ടാത്തതിനെ പുറത്തേക്ക് കൊണ്ടുപോകും, പുറത്തേക്ക് കളയും. ഇതൊക്കെ അതിൻ്റെ ഒരു രീതിയാണ്. അതേപോലെ തന്നെയാണ് അതിൻ്റെ കുറച്ചുകൂടി വിശദീകരമായിട്ടുള്ള കാര്യമാണ് ജലത്തെ കുടിക്കൽ, ഖരാഹാരത്തെ സ്വീകരിക്കൽ. അതേപോലെ കണ്ണിലൂടെ കാണലും, ത്വക്കിലൂടെ തൊടൽ, അനുഭവിച്ചറിയൽ, നാവിലൂടെ രുചിക്കൽ, പഞ്ചേന്ദ്രിയങ്ങളിലൂടെ സ്വീകരിക്കുന്നത് മുഴുവൻ ഈ ശരീരപോഷണത്തിന് വേണ്ടിയിട്ടാണ് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഒന്നും കേൾക്കാതെ കണ്ടും ഒന്നും കാണാതെ കണ്ടും ആയാൽ കേൾക്കുന്നതും കാണുന്നതും നല്ലതല്ല എങ്കിൽ അതിനൊക്കെ ഫലങ്ങളുണ്ട്. ഇപ്പോൾ നല്ലതും ചീത്തയും തന്നെയാണ് എന്നർത്ഥം. സത്തും അസത്തും വേറെ തന്നെയാണ്. സത്തും അസത്തിനും ഭഗവാന് വ്യത്യാസമില്ല പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് നല്ല വ്യത്യാസമാണ്. അതേപോലെ തന്നെയാണ് ജീവിച്ചിരിക്കുന്നതിന് മുന്നേ, ശരീരം കിട്ടുന്നതിന് മുന്നേ ഉള്ള അവസ്ഥ, ശരീരം കിട്ടിക്കഴിഞ്ഞാലത്തെ അവസ്ഥ, ശരീരം കിട്ടിക്കഴിഞ്ഞതിൻ്റെ ശേഷം പോയാൽ, ശരീരത്തിന് ജീവൻ വിട്ടുപോയി കഴിഞ്ഞാൽ പിതൃലോകത്തിലോ ദേവലോകത്തിലോ ഊർധ്വലോകങ്ങളിലോ ക്രമേണ മുക്തിയോ, ഇതൊക്കെ വേദവിഹിതമായിട്ട് കർമ്മങ്ങളിലൂടെ നമുക്ക് ഭഗവാങ്കലെത്തിച്ചേരാൻ സാധിക്കും. ഇങ്ങനെ ഓരോന്നും നാരദ മഹർഷിക്ക് വേണ്ടിയിട്ട് ഭഗവാൻ ബ്രഹ്മാവ് പറഞ്ഞു കൊടുക്കുകയാണ്. പിന്നീട് ഇന്ദ്രിയങ്ങളുടേതായിട്ടുള്ള ചിലതിനെയാണ് പിന്നീട് വിസ്തരിച്ച് പറഞ്ഞത്. കണ്ണിൽ ഭഗവാന്റെ അവയവങ്ങളിൽ നിന്നാണ്, അല്ലെങ്കിൽ ഭഗവാന്റെ അവയവങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടാണ്. കണ്ണിൽ സൂര്യചന്ദ്ര, അതേപോലെ അഗ്നി, ഇങ്ങനെയാണ്. അതിൽ സൂര്യചന്ദ്ര നക്ഷത്രങ്ങളാണ് ദ്വിലോകത്തിൽ ഉണ്ടായത് എന്നാണ് ഭഗവാന്റെ കണ്ണായിട്ട് പറയണു. കാതിൽ ഈ കിഴക്ക്, തെക്ക്, പടിഞ്ഞാറ്, വടക്ക്, അതേപോലെ അത് ദിക്കുകൾ 4 പിന്നെ വിദിക്കുകളായിട്ട് അഗ്നികോൺ, നിരൃതികോൺ, വായുകോൺ, അതേപോലെ ഈശാനകോൺ, പിന്നെ മുകളിലും താഴെയും, ഇങ്ങനെ 10 ദിക്കുകൾ. ഭഗവാൻ ഇത് 10 ദിക്കിൽ നിന്ന് നമ്മളെ ശ്രദ്ധിക്കുന്നു എന്ന് സാർത്ഥം പരിധി നിശ്ചയിച്ചു എന്നാ. അതേപോലെ തന്നെ ത്വക്കിൽ നിന്ന് ഈ സ്പർശാദി കാര്യങ്ങളെ അറിയാനും, എന്നുവെച്ചാൽ ത്വക്കുകളെ കൊണ്ട് സ്പർശാദി കാര്യങ്ങളെ നമുക്കറിയാൻ സാധിക്കുന്നത്. ഇത് തന്നെയാണ് ഭഗവാന്റെ രൂപം, അതാണ്. അതേപോലെ രോമാദി കാര്യങ്ങളെ സസ്യ ഔഷധി വർഗമായിട്ട് ആഹാരത്തിനായിട്ടാണ് ഭഗവാൻ കണക്കാക്കിയത്. പിന്നെ ഭഗവാന്റെ അംഗത്തിലുള്ള ഈ തലമുടി, അതൊക്കെ മേഘമായിട്ട് പറയണു. അതേപോലെ നഖം, അത് പാറയായിട്ട്, പല്ല് നഖമൊക്കെ പാറയായിട്ടാണ് പറയണം. അതേപോലെ ലോഹങ്ങളായിട്ടും പറയണം. ശില, ലോഹം. അതേപോലെ കൈകൾ ദേവന്മാരായിട്ടാണ് സങ്കല്പം, ഇന്ദ്രാദികൾ. ഈ ഭഗവാന്റെ ഓരോ തൃപ്പാദം നീങ്ങുന്നതിനനുസരിച്ച് അത് ഒന്നിൽ നിന്ന് ഒന്ന് എന്നുള്ള രീതിയിൽ 14 ലോകങ്ങളായിട്ടുണ്ടാക്കി എന്നാണ്. ഊർധ്വലോകങ്ങൾ 7 അധോലോകങ്ങൾ 7. ഊർധ്വലോകത്തിലെ ഏറ്റവും അടിയിലത്തെയാണ് ഭൂമി. അതേപോലെ ഇത് നിലനിർത്തുവാൻ വേണ്ടിയിട്ട് ജലം, അത് വീര്യമായിട്ട് ശിശ്നമായിട്ട് ഭഗവാനാൽ ഉണ്ടാക്കി. ഉപസ്ഥം പരമ്പരയ്ക്കുള്ളൊരു കാരണമായിട്ട്, അതിന് പ്രേരണ, ഒരു സുഖത്തെ അവിടെ കൊടുത്തു, ആനന്ദത്തെ കൊടുത്തു, രതി എന്ന പേരിൽ. പിന്നെ പായുവിൽ നിന്ന് മിത്രൻ, അത് ഗുദം, വിസർജനേന്ദ്രിയം. ഹിംസ എന്ന നിലയ്ക്ക് മൃത്യുകാരകന്ന, നരകം, ഇതൊക്കെയാണ് ആ ഗുദത്തിനെ പറ്റിയിട്ട്. പൃഷ്ഠം, അത് അധർമ്മം തന്നെയാണ്. ഭഗവാന്റെ പിൻഭാഗമാണ് അധർമ്മമായിട്ട്, മാനാവമാനങ്ങളിൽ അപമാനമാണെന്നാണ് പറയുക. അതേപോലെ ധമനികൾ, ഞരമ്പ്, നദിയായിട്ടാണ് ഭഗവാൻ കണക്കാക്കി. കാരണം അതിലൂടെയാണ് ഈ ശരീരത്തിന് വേണ്ടതായിട്ടുള്ള പുഷ്ടികളെ, ഈ ഛന്ദസ്സുകളിലൂടെ ചൊല്ലുന്നതായിട്ടുള്ള ഓരോ വാക്കുകളുടെയും ഇത് മുഴുവൻ സ്വീകരിക്കപ്പെടുന്നത് ഈ ബ്ലഡിലൂടെയാണ്. രക്തം അത് നദികളിലൂടെ എല്ലാവർക്കും എത്തുന്ന, അതിന് രൂപം കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ട്രക്ചർ, അത് എല്ല് പർവ്വതമായിട്ട് തന്നെ. എല്ല് പർവ്വതവും നദി
ഞരമ്പുമാണ്. അതേപോലെ ഉദരം സമുദ്രമായിട്ട് കണ്ടു. ജീവജാലങ്ങൾക്ക് ഈ ജനി മൃതി അതെല്ലാം ഉദരത്തിലൂടെ. പിന്നെ ഭഗവാൻ ഇതിനൊക്കെ ജ്ഞാനം വേണ്ടേ? അപ്പം അതുകൊണ്ട് ചിത്തം എന്ന നിലയ്ക്ക് അതിനെ നാലാക്കിയിട്ട് ചിത്തത്തിലെ ബ്രഹ്മാവ്, ശിവൻ, നാരദൻ, സനകാദികൾ, ഇങ്ങനെ ചില പ്രത്യേക രീതിയിലാണ് ഭഗവാന്റെ കണക്കാക്കുന്നത്. നമ്മൾ സാധാരണഗതിയിൽ എന്താ പറയുക വെച്ചാൽ ചിത്തത്തിനെ നാലാക്കി പറയും. അത് മനോബുദ്ധിര അഹങ്കാര ചിത്തം എന്നാണ്. ഇത് 3 കാലത്തിലും 3 രൂപഭേദങ്ങളിലൂടെ, അതായത് ഈ മാറ്റങ്ങൾക്ക് അനുസൃതമായിട്ട്, ഭാവമാറ്റങ്ങൾക്കനുസരിച്ചാണ് അതാത് കാലത്ത് ഈ ജ്ഞാനം, വിദ്യ കൊടുക്കപ്പെടും. അതേപോലെ തന്നെ അവിദ്യയും, മുന്നേ ഉള്ളത് തോന്നായിക, ഭാവി തോന്നായിക, ഇങ്ങനെയുള്ള അവസ്ഥകളൊക്കെ വരും. നാനാത്വം ഭഗവാൻ എല്ലാ കാലത്തും ഒരേപോലെ പ്രകാശിപ്പിച്ചു എന്നാണ്. എല്ലാം ഭഗവാനിൽ നിന്നാണ് ഉണ്ടായത്, ഭഗവാനിൽ തന്നെയാണ് തിരിച്ചെത്തുന്നതും. അതേപോലെ ഭഗവാനെ യജ്ഞം കൊണ്ട് സന്തോഷിപ്പിക്കുക എന്നാണ് ഭഗവാൻ നിയമമായിട്ട് വേദത്തിൽ പറഞ്ഞത്. എല്ലാ പ്രവർത്തനങ്ങളും യജ്ഞമായിട്ട് കാണണമെന്നാണ്. നമ്മൾ ഊണ് കഴിക്കുന്നത് യജ്ഞമാണത്രേ. അതേപോലെ പ്രദക്ഷിണ നമസ്കാരാദികൾ, ആത്മനിവേദനം ചെയ്യുക എന്ന ഭാവം, എപ്പോഴും ഭഗവാനുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ വേണമെന്നാണ്. കാരണം എല്ലാം ചെയ്യുന്നതും തൂണിനോട് ചോദിച്ച് ചെയ്യണം എന്നൊക്കെ പറയണില്ലേ, അതാണ്. ആരും ഇല്ല വെച്ചാൽ തൂണിനോട് ചോദിച്ച് ചെയ്യണം വെച്ചാൽ ആ തൂണ് ഭഗവാനാണ്. അപ്പം അങ്ങനെ ഭഗവാനെയാണ് പരിപൂർണമായിട്ടും ആശ്രയിക്കേണ്ടത്. എല്ലാറ്റിനും യജമാനൻ ഭഗവാനാണ്, ഫലം തരുന്നത് ഭഗവാനാണ്, യജ്ഞസ്വരൂപനാണ്, സുയജ്ഞൻ. ഹോതാക്കൾ ഭഗവാനാണ്, ദ്രവ്യം ഭഗവാനാണ്, അഗ്നി ഭഗവാനാണ്, ഫലം തരുന്നതും ഭഗവാനാണ്. ഈ യജ്ഞവസ്തുക്കളെ സ്വീകരിക്കുന്ന പുരോടാശം സൗമ്യം, അത് സ്വീകരിക്കുന്നതും ഭഗവാൻ തന്നെയാണ്. പ്രസാദമായിട്ട് ഈ സൗമ്യത്തെ തരുന്നതും ഭഗവാൻ തന്നെയാണ്. ഇങ്ങനെ ഇത് ചെയ്യുന്നവരെ ഋഷി എന്നുള്ള രീതിയിലും, തുടർന്ന് അത് ശിഷ്യ പരമ്പരയ, ശിഷ്യ പ്രശിഷ്യ പരമ്പരയ നമുക്ക് തരുകയും ചെയ്യുന്നു. ഇങ്ങനെ ഭഗവാന്റെ പ്രേരണയ്ക്കനുസരിച്ച് ഞാനും ശിവനുമൊക്കെ, ഞാൻ സൃഷ്ടിക്കുന്നു, ശിവൻ സംഹരിക്കുന്നു, വിഷ്ണു തന്നെ സ്വയമേവ പാലനം ചെയ്യണു, അഷ്ടദിക്പാലകന്മാരെ കൊണ്ട് അതിന് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കണു. പിന്നെ ബ്രഹ്മാവ് നാരദനോട് പറഞ്ഞു, എൻ്റെ വാക്ക് സത്യമാണ് നാരദ, എൻ്റെ ചിന്ത ധാർമ്മികമാണ്, ഞാനൊരു ഭക്തനാണ്. എന്നെ പ്രജാപതിമാരിൽ അധിപതിയായിട്ട്, ആദ്യ പ്രജാപതി എന്ന നിലയ്ക്ക് ഭഗവാൻ എനിക്ക് ഒരു ബിരുദം തന്നിട്ടുണ്ട്, ഒരു സ്ഥാനം. അതേപോലെ തന്നെ ഞാൻ തപസ്വരൂപനാണ്. ത്രിമൂർത്തികൾക്ക് മാത്രമേ ഉള്ളൂ തപസ്വരൂപം. എനിക്ക് ഭഗവാനെ മുഴുവൻ അറിയുക എന്നുള്ളത് സാധ്യമല്ല. കാരണം ഞാൻ ഭഗവാനിൽ നിന്നും ഉണ്ടായതാണ്. അപ്പോൾ ബാക്കി എത്രയോ ഉണ്ട് ഭഗവാനിൽ, അതുകൊണ്ട് എനിക്ക് മുഴുവൻ അറിയില്ല. ആകാശത്തിന് അതിരില്ലാത്ത പോലെ ഭഗവാനെ അതിർത്തി, അപ്രമേയനാണ് ഭഗവാൻ. അപ്പോൾ അത് കാരണം അത് കഴിയില്ല. പിന്നെ ശിവൻ, മഹാദേവനും അറിയില്ല എന്നാണ് പറയുക. നമ്മുടെ സ്വല്പം അറിവ് അത് ഈശ്വരപരമായിട്ടാണ് ചിന്തിക്കുന്നതെങ്കിൽ, സാത്വികമായിട്ടാണ്, ശുദ്ധസത്വമായിട്ടാണ് എങ്കിൽ അത് ഭഗവത്വമായിട്ട് നമുക്ക് പറയാമെന്നേ ഉള്ളൂ. നമുക്ക് അതിനൊരു ഈ ലൗകികമായിട്ടൊരു ഉദാഹരണം പറയാനുള്ളത് എങ്ങനെയാ വെച്ചാൽ, ഒരു ക്യൂബ്, 6 പുറമുള്ളതായിട്ടുള്ള ഒരു ക്യൂബ്, സമചതുരം, അത് അതിൻ്റെ ത്രിമാന രൂപം 6 ഭാഗമായി, അപ്പോൾ ക്യൂബായി. ആ ക്യൂബ് ഇപ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ഉയരം 6 അടിയാണെന്ന് കൂട്ടുക. ഈ 6 അടി ഉള്ള നമ്മൾ ആ ക്യൂബിൻ്റെ മുമ്പിൽ നിൽക്കുക. 6 അടി ഉയരമുള്ളൊരു ക്യൂബ്, 6 അടി നീളം, 6 അടി വീതി, 6 അടി കനം. അങ്ങനെയുള്ള ഈ ക്യൂബിൻ്റെ മുമ്പിൽ നിന്നാൽ നമുക്ക് ഒരു പുറം മാത്രമേ കാണാൻ സാധിക്കൂ. മുകൾ ഭാഗം കാണാൻ സാധിക്കില്ല, ഇടത് ഭാഗം പറ്റില്ല, വലത് ഭാഗം പറ്റില്ല, അടിഭാഗം പറ്റില്ല, മറുപുറവും പറ്റില്ല. അപ്പോൾ 5 ഭാഗം നമുക്ക് കാണാൻ സാധിക്കില്ല. അതേപോലെ അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ട് അതും നമുക്കറിയില്ല. അപ്പോൾ ആകെ കൂടി കാണാൻ പറ്റുന്നത് പ്രതലം മാത്രമാണ്. ആ പ്രതലം തന്നെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കില്ല. അപ്പോൾ ഭഗവത്വം എന്ന് പറഞ്ഞാൽ അത്രയും ബൃഹത്താണ് എന്നൊരു ഉദാഹരണം പറഞ്ഞതാ. അങ്ങനെ നാം അനുഭവിക്കുന്നത് മുഴുവൻ ഭഗവാനാ തന്നതാണ്. നമ്മുടെ ലഘുത്വവും ഭഗവാന്റെ മഹത്വവും നമ്മൾ തന്നെ ആദ്യം വിചാരം ചെയ്യണം.
ഇങ്ങനെ ഭഗവത്വത്തെ പറഞ്ഞതിന് ശേഷം ഭഗവാനെ മനസ്സിലാക്കാനും ഭഗവാനെ ആശ്രയിക്കാനുള്ള ഉപാധിയായിട്ട് ഭക്ത അനുഗ്രഹലീലയാ ഭഗവാൻ ചെയ്ത അവതാരങ്ങളെ, ആദ്യത്തെ അവതാരം വിരാട്ടായിട്ടും പിന്നീട് കുറേശ്ശെ കാണാവുന്ന രീതിയിൽ സകല സ്വരൂപത്തിലും ഭഗവാൻ സ്വേച്ഛോപാത്തവമായിട്ട് വന്നു എന്നാ. അപ്പോൾ നമ്മുടെ അറിവ് വികലമാണ് എന്ന് ഭഗവാന്റെ ഓരോ ലീലകളിലും നമുക്ക് മനസ്സിലാവും. നമ്മുടെ മനോമലം അത് സംശയമായിട്ടും വിശ്വാസമില്ലായ്കയായിട്ടും നാസ്തികമതമായിട്ടും ഒക്കെ നമ്മളാൽ ഉണ്ട്, നമുക്ക് ഈ ദോഷമുണ്ട് എന്ന് ഭഗവാൻ കാണിച്ചു തന്നു. എങ്ങനെ? അനവധി അവതാരങ്ങൾ. അതെങ്ങനെ? മത്സ്യക്കൂർമ്മോ വരാഹശ്ച നരസിംഹശ്ച വാമനാരാമോ രാമശ്ച രാമശ്ച കൃഷ്ണ ഖൽക്കിൽ ജനാർദ്ദന. ഭഗവാൻ ഈ തമോ ഗുണവും സാത്വിക ഗുണവും ഒക്കെ സ്വീകരിച്ചുകൊണ്ട് പല രൂപങ്ങളിൽ വന്നേ. എത്രയാ അവതാരം ചോദിച്ചാൽ ശരി കേട്ടോ. സരസസ്യു സഹസ്രശ അത്രയേ പറയാറിയുള്ളൂ. ഗുണാവതാരം, ലീലാവതാരം, കലാവതാരം, അംശാവതാരം, അംശാംശം, ആവേശം, സ്ഫൂർത്തി, കല, പൂർണ്ണം, പരിപൂർണതമം, ഇങ്ങനെയുള്ള ഈ അവതാരങ്ങൾ അതിൻ്റെ വ്യത്യാസം പോലും നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടോ എന്ന് വെച്ചാൽ അത്രയും കൂടുതലാണ്. ഐശ്വര്യം, വീര്യം, ശ്രീ, യശസ്, ജ്ഞാനം, വൈരാഗ്യം തുടങ്ങിയ ആറുള്ള ഭഗവാൻ അഷ്ട ഐശ്വര്യങ്ങളോട് കൂടിയിട്ട് ഇവിടെ ചെയ്യുന്നതായിട്ടുള്ള ഓരോന്നും നമുക്ക് കുറേശ്ശെ മനസ്സിലാക്കിക്കോളൂ എന്നുള്ള രീതിയിലാണ് ഭക്ത അനുഗ്രഹം നിഗ്രഹാനുഗ്രഹമായിട്ടൊക്കെ കാണിച്ചു തന്നത്. അപ്പം നമുക്ക് ഹിരണ്യകശിപുവും പ്രഹ്ലാദനും ഒരുപോലെ ആവാൻ നമുക്ക് എത്ര കാലം കാത്തിരിക്കേണ്ടി വരും അറിയില്ല. അങ്ങനെയുള്ള അവതാര ലീലകളെയാണ് അടുത്ത അധ്യായത്തിൽ വിസ്തരിച്ച് പറയുന്നത്, കുറച്ച് താത്വികമായിട്ടും. അങ്ങനെ 3 അധ്യായങ്ങളാണ്. ഇപ്പോൾ നമ്മൾ 2 അധ്യായമാണ് പറഞ്ഞത്, 5ഉം 6ഉം. രണ്ടാമത്തെ സ്കന്ധത്തിലെ 5, 6, 7 അതിൽ 5ഉം 6ഉം അധ്യായങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത്. ഇനി 7ാമത്തെ അധ്യായം വലിയ അധ്യായമാണ്, അത് നമുക്ക് അടുത്തതിൽ പറയാം. സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.